കോഴ്സ് തുടങ്ങി 6 മാസം പിന്നിടുമ്പോഴാണ് അംഗീകാരമില്ലെന്ന് വിദ്യാർത്ഥികൾ അറിയുന്നത്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് 60 സീറ്റിന് മാത്രമേ അനുമതി നൽകിയിട്ടുള്ളൂ. പഠിക്കുന്നത് 97 പേർ. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പരാതിയുമായി എത്തിയപ്പോൾ 1 മാസത്തിനകം അംഗീകാരം നേടിയെടുക്കുമെന്ന് മാനേജ്മെന്റ് ഉറപ്പു നൽകി. ഇപ്പോൾ ഒരു പ്രതികരണവുമില്ല. ഒക്ടോബർ 1 ചേർന്ന് ഞങ്ങൾ 2 ബാച്ചായിട്ടാണ് ഇവർ അഡ്മിഷൻ എടുത്തെന്നാണ് പറഞ്ഞത്. അന്ന് പറഞ്ഞ് 100 കുട്ടികൾക്ക് അഫിലിയേഷൻ കുഹാസ് അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെ കുഹാസിന്റെ നിർദ്ദേശം പറഞ്ഞിട്ടാണ് 2 ബാച്ചായിട്ട് എടുക്കുന്നതായിരുന്നു അന്ന് അഡ്മിഷൻ വന്നപ്പം കോളേജിൽ നിന്ന് പറഞ്ഞത്. പക്ഷേ ഒരു 60 കുട്ടികൾക്കാണ് ഇവിടെ അഫിലിയേഷൻ കൊടുത്തിട്ടുള്ളത്. ആ 60 കുട്ടികളുടെ ക്ലാസ് ഒക്ടോബർ 3 ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഒരു 37 കുട്ടികളുടെ ക്ലാസ് ഒക്ടോബർ 29 തുടങ്ങിയത്. അപ്പം ഈ 37 കുട്ടികൾക്ക് അഫിലിയേഷൻ ഇല്ലാതെ ഞങ്ങൾ ഈ അടുത്താണ് അറിഞ്ഞത്. അത് പല കാരണങ്ങൾക്ക് കൊണ്ട് 1.5 ലക്ഷത്തോളം രൂപയാണ് വിദ്യാർത്ഥികൾക്ക് ഇതുവരെ ചെലവായത്. 1 വർഷവും നഷ്ടപ്പെട്ടു. പ്രശ്നം പരിഹരിക്കാൻ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ ചർച്ചയും പരാജയപ്പെടുകയായിരുന്നു. അഫിലിയേഷൻ ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ വിളിച്ച് അന്വേഷിച്ചതാണ്. എല്ലാവരുടെയും ഇതിനകത്തുള്ള സ്റ്റുഡൻസിന്റെ എല്ലാവരുടെയും പാരന്റ്സ് യൂണിവേഴ്സിറ്റിയിൽ പോയി അന്വേഷിച്ചതാണ്. അഫിലിയേഷൻ കിട്ടില്ലെന്ന് അവർ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോളേജുകാർ ഇതുവരെ ഞങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. ഇതുവരെ ഒരു അധ്യാപകരും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അഫിലിയേഷൻ ഇല്ലാന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി ഇവർ പറയുന്നത് അടുത്ത ഇയറിൽ അടുത്ത വർഷം 1,20,000 അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ 4 വർഷമാണ് ഞങ്ങൾ പഠിക്കുന്ന ഈ കോഴ്സ്. അവർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ രക്ഷിതാക്കളും കൂടിയായിട്ട് ഹെഡ് ഓഫീസ് കോഴിക്കോട് ഹെഡ് ഓഫീസ് പോയി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഒന്നെങ്കിൽ ഇപ്പം നിങ്ങൾ നിർത്തി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിച്ച പൈസ മൊത്തം തരാം, ഹോസ്റ്റൽ ഫീസ് അടക്കം തിരിച്ചു തരാമെന്നാണ് പറഞ്ഞത്. ബിഫാം വിദ്യാർത്ഥികൾ ദിവസങ്ങളായി സമരത്തിലാണ്. മറ്റു കുട്ടികളും സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്.